KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SYS സാന്ത്വന സംഗമങ്ങൾ ഈ മാസം 17-ന് കണ്ണൂർ ജില്ലയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംബന്ധിക്കും. മഹല്ലുകളുടെ ശാക്തീകരണത്തിലൂടെ സാമൂഹ്യ തിന്മകളെ ചെറുക്കണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. RSC സൗദി നാഷണൽ സാഹിത്യോത്സവ് നവംബർ 13-ന് ജുബൈലിൽ വിപുലമായ സ്വാഗത സംഘമായി. BJP നേതാവ് സംഗീത സോമിന്റെ ഹലാൽ ബീഫ് വ്യാപാരം BJPയുടെ ഗോമാംസ രാഷ്ട്രീയം പ്രതിരോധത്തിൽ. ഇസ്ലാമിക വർഷാരംഭമായതിനാൽ UAEയിൽ ഈ മാസം 15-ന് പൊതു അവധി പ്രഖ്യാപിച്ചു. അവധി സ്വകാര്യ മേഖലയിലും. സംഘപരിവാർ വിചാരിച്ചാൽ ഇന്ത്യയിലെ മതേതരത്വം നഷ്ടപ്പെടില്ല. ബീഫ് മൂലം കൊലപാതകം നടന്ന ദാദ്രിയിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് മംഗല്യമൊരുക്കിയത് ഹിന്ദു സഹോദരന്മാർ. ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥമെന്താണെന്ന് അറിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. കോഴ വാങ്ങുന്ന ദൃശ്യം ഒളിക്യാമറയിൽ. ബീഹാറിൽ മന്ത്രിയുടെ കസേര തെറിച്ചു. ഭർത്താവിനെ വെട്ടിക്കൊന്ന് ഭാര്യ മകനെയും കൊണ്ട് കിണറ്റിൽ ചാടി മരിച്ചു. മലപ്പുറം പൊന്നാനിയിലാണ് സംഭവം. സമവായ ശ്രമം പൊളിഞ്ഞു. കൊണ്ടോട്ടിയിൽ കോൺഗ്രസ് CPM ധാരണ. ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. വാർത്തകൾ വിശദമായി. കൊണ്ടോട്ടി നഗരസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് CPM സഖ്യത്തിന് ധാരണ. കോൺഗ്രസും ലീഗും തമ്മിൽ സമവായമുണ്ടാക്കാനുള്ള ചർച്ച ഫലം കാണാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് CPMുമായി ധാരണയിലെത്തിയത്. കോൺഗ്രസ് CPM സ്ഥാനാർത്ഥികൾ ഇന്നു മുതൽ പത്രിക നൽകാനാരംഭിച്ചു. നഗരസഭയിൽ ആകെയുള്ള 40 സീറ്റുകളിൽ 9 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. 12 സീറ്റുകളിൽ CPMന്റെയും 5 സീറ്റുകളിൽ CPIയുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കും. മുസ്ലിം ലീഗ് ഒറ്റയ്ക്കാണ് മത്സരിക്കുക. ഈ വർഷം മുതലാണ് കൊണ്ടോട്ടി നഗരസഭയായി വികസിപ്പിച്ചത്. കഴിഞ്ഞ തവണ 2 വർഷം ലീഗും 2 തവണ കോൺഗ്രസുമായിരുന്നു പഞ്ചായത്ത് ഭരിച്ചത്. ഇക്കാലയളവിലുണ്ടായ തർക്കം മൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ ലീഗ് അവിശ്വാസം കൊണ്ടുവന്നിരുന്നു. എന്നാൽ ജില്ലാ നേതൃത്വം ഇടപെട്ട് ഇത് അവസാന നിമിഷം പിൻവലിക്കുകയായിരുന്നു. ബീഹാറിലെ നഗരവികസന മന്ത്രി അവധേഷ് കുശ്വാഹയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി. ബീഹാറിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് മന്ത്രി കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് കുശ്വാഹയോട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. ബീഹാറിലെ പിപ്ര നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന JDU MLAയാണ് കുശ്വാഹ. JDU സഖ്യം അധികാരത്തിലെത്തിയാൽ കരാറുകൾ നൽകാമെന്ന ഉറപ്പിൽ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. കുശ്വാഹ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ ശനിയാഴ്ചയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. മുംബൈയിൽ നിന്നുള്ള ബിസിനസ്സുകാരെന്ന് പരിചയപ്പെടുത്തിയവരിൽ നിന്ന് മന്ത്രി 4 ലക്ഷം രൂപ കൈപ്പറ്റുന്ന രംഗങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കുശ്വാഹയോട് രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു. പിപ്രയിൽ നിന്നുള്ള ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കിയതായും പാർട്ടി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ കുശ്വാഹ നിഷേധിച്ചു. ഒളിക്യാമറ ഓപ്പറേഷനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. RJD നേതാക്കൾ കോഴ കൈപ്പറ്റുന്ന ദൃശ്യങ്ങളടങ്ങിയ മറ്റൊരു വീഡിയോയും ശനിയാഴ്ച യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേക്കുറിച്ച് RJD പാർട്ടി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശി ചന്ദ്രശേഖർ ഗൌർ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് മോദി സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയും നിയമവും അനുസരിച്ച് ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥവും നിർവചനവും എന്താണെന്ന ചോദ്യത്തിനാണ് ഇതു സംബന്ധിച്ച ഒരു വിവരവുമില്ലെന്ന് മറുപടി ലഭിച്ചതെന്ന് ഗൌർ വ്യക്തമാക്കി. എന്തടിസ്ഥാനത്തിലാണ് ഹിന്ദുവായി പരിഗണിക്കുന്നതെന്നും ഹിന്ദുവിനെ ഭൂരിപക്ഷ സമുദായമായി കണക്കാക്കുന്നതിന്റെ മാനദണ്ഡം എന്താണെന്നും ചോദിച്ചിരുന്നു. എന്നാൽ ഇതിനും മറുപടി ലഭിച്ചില്ല. BJP നേതാവ് സംഗീത് സോമിന്റെ ഹലാൽ ബീഫ് വ്യാപാരം BJPയുടെ ഗോമാംസ രാഷ്ട്രീയം പ്രതിരോധത്തിലാവുകയാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ബിജെപിയുടെ തീപ്പൊരി നേതാവും മുസഫർ നഗർ കലാപക്കേസിലെ പ്രതിയുമായ സംഗീത് സോം ബീഫിൽ ഹലാൽ മുദ്ര പതിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന വ്യാപാരിയാണെന്ന വെളിപ്പെടുത്തൽ പാർട്ടിയുടെ ഗോമാംസ രാഷ്ട്രീയത്തെ പ്രതിരോധത്തിലാക്കി. ബീഹാറിൽ ഗോമാംസ രാഷ്ട്രീയത്തിലൂടെ ഹിന്ദു വോട്ട് ധ്രുവീകരിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയുണ്ടായ വെളിപ്പെടുത്തലിൽ പരസ്യ പ്രതികരണത്തിന് പാർട്ടി തയ്യാറായില്ല. അതേസമയം ബീഫ് വ്യാപാരത്തിൽ തന്റെ പങ്ക് നിഷേധിക്കാൻ സംഗീത് സോം നടത്തിയ ശ്രമം തെളിവുകൾക്ക് മുന്നിൽ വീണ്ടും പൊളിഞ്ഞു. രാജ്യത്ത് ബീഫ് വ്യാപാരത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഹിന്ദു വ്യാപാരികളാണെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മുംബൈ ചെമ്പൂരിലെ അതുൽ സബർവാളിന്റെ അൽകബീർ എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, മുംബൈയിലെ തന്നെ സുനിൽ കപൂറിന്റെ അറേബ്യൻ എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ന്യൂഡൽഹി ജൻപത്തിലെ മദൻ അബോർട്ടിന്റെ MKR ഫ്രോസൺ ഫുഡ് എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ചണ്ഡീഗഡിലെ AS ബിദ്രയുടെ PNL ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് വിതരണ കയറ്റുമതിക്കാർ. മോഡി സർക്കാർ അധികാരമേറ്റ ശേഷം ബീഫ് കയറ്റുമതിയിൽ രാജ്യം ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ബീഫ് വിരുദ്ധ സമരം നടത്തുന്ന ബിജെപിയുടെ നേതാവ് ബീഫ് വ്യാപാരിയാണെന്ന വിവരം പുറത്തുവരുന്നത് ഇപ്പോഴാണ്. ദാദ്രി സംഭവത്തിൽ പരസ്യമായി ക്ഷമാപണം നടത്താതെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ മറപിടിച്ച് ഒഴിഞ്ഞുമാറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ ഗോമാംസ രാഷ്ട്രീയം പുറത്തെടുത്തിരുന്നു. ഹിന്ദുക്കൾ ബീഫ് കഴിക്കാറുണ്ടെന്ന ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി പ്രതികരിച്ച മോദി യദുവംശികൾ പശുവിനെ ആരാധിക്കുന്നവരാണെന്നും അവരെ അവമതിക്കുകയാണെന്നും പറഞ്ഞു. വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ പരാതിയായി എത്തിയതിനിടയിലാണ് ബീഫ് അടക്കമുള്ള ഹലാൽ ഇറച്ചി വ്യാപാരത്തിൽ സംഗീത് സോം പങ്കാളിയായ വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഗോവംസം കഴിച്ചെന്നാരോപിച്ച് ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖിനെ അടിച്ചുകൊന്ന കേസിലെ പ്രതികൾക്കായി സംഗീത് സോം പരസ്യമായി രംഗത്തു വന്നതിന് തൊട്ടുപിറകെയായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഉത്തർപ്രദേശിലെ ദാദ്രിയിലെ ബിസഡ ഗ്രാമം ഇന്ന് രാജ്യമെങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് മുഹമ്മദ് അഖ്ലാഖ് എന്ന നിരപരാധിയെ ഒരു കൂട്ടം മതഭ്രാന്തന്മാർ തല്ലിക്കൊന്ന നാടാണത്. എന്നാൽ ഈയൊരു സംഭവത്തിന്റെ പേരിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ കുറ്റപ്പെടുത്താൻ വരട്ടെ, മനുഷ്യത്വവും മതേതരത്വവും ഇന്നും മരിച്ചിട്ടില്ല ഗ്രാമവാസികളിലെന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടി കേൾക്കാം. ബിസഡയിലെ ഹക്കീം എന്ന മുസ്ലിമിന്റെ 2 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നത് ആ ഗ്രാമവാസികളാണ്. ഗ്രാമവാസികൾ പണം സ്വരൂപിച്ചാണ് വിവാഹത്തിനുള്ള പണം കണ്ടെത്തുന്നത്. ഇതേ ദാദ്രിയിൽ തന്നെയായിരുന്നു സെപ്റ്റംബർ 28-ന് മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടതും. ഇന്നലെയായിരുന്നു ഹക്കീമിന്റെ 2 പെൺമക്കളുടെയും വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിനിടെ അഖ്ലാഖിന്റെ മരണം നടന്നതോടെ ഭീതിയിലായ ഹക്കീമും കുടുംബവും ഗ്രാമത്തിൽ നിന്ന് താമസം മാറാനും കല്യാണം മറ്റെവിടെയെങ്കിലും വെച്ച് നടത്താനും തീരുമാനിച്ചിരുന്നു. ഇതറിഞ്ഞ ഗ്രാമത്തിലെ മുതിർന്ന ഹിന്ദുക്കൾ ഹക്കീമിന്റെ അടുത്ത് വരികയും വിവാഹവേദി മാറ്റരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് മറ്റു ചില ഹിന്ദു സഹോദരന്മാർ വിവാഹത്തിന് ധനസഹായം കൂടി വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയത്. ഭക്ഷണവും പന്തലുമടക്കം എല്ലാ കാര്യങ്ങളും അവർ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. മലപ്പുറം പൊന്നാനി കരിങ്കല്ലത്താണിയിൽ ഭർത്താവിനെ വെട്ടിക്കൊന്ന് ഭാര്യ മകനെയും കൊണ്ട് കിണറ്റിൽ ചാടി മരിച്ചു. ഫൈസലും ഭാര്യ സെൽമയും 8 മാസം പ്രായമുള്ള മകൻ ഫഹീമുമാണ് മരിച്ചത്. 36-കാരനായ ഫൈസലിന്റെ നിലവിളി കിടപ്പുമുറിയിൽ നിന്നും കേട്ട ഉമ്മ ബഹളം വെച്ചതോടെ വാതിൽ തുറന്ന സെൽമ മകനെയും എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നു. കിണറ്റിൽ ചാടിയ സെൽമയെയും മകനെയും രക്ഷിക്കാനായില്ല. കഴുത്തിന് മുറിവേറ്റ കിടന്ന ഫൈസലിനെ എടപ്പാളിലെ ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. മാനസിക അസ്വസ്ഥതയ്ക്ക് സെൽമ ചികിത്സയിലായിരുന്നു. മരിക്കണമെന്ന് സെൽമ ഇടയ്ക്കിടെ പറയുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. 2 പേരും സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്ന് അയൽവാസികൾ പറയുന്നു. അബുദാബിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഫൈസൽ. 1 മാസത്തെ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. വളാഞ്ചേരി CI സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. പ്രവാസി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും നൈസർഗിക കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും ധർമ്മവഴിയിൽ മാറ്റുരച്ച് വിനിയോഗിക്കുന്നതിനും വേണ്ടി റിസാന സ്റ്റഡി സർക്കിൾ RSC നടത്തിവരുന്ന സാഹിത്യോത്സവ് സൌദി നാഷണൽ തല മത്സരത്തിന് വിപുലമായ സ്വാഗത സംഘമായി. നവംബർ 13-ന് നടക്കുന്ന സാഹിത്യോത്സവിന് ഈ വർഷം ജുബൈയിലാണ് ആതിഥ്യമരുളുന്നത്. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ അബ്ദുൽ കരീം ഖാസിമിയാണ് 101 അംഗ സ്വാഗത സംഘത്തിന്റെ രക്ഷാധികാരി. ഷൌക്കത്ത് സഖാഫി ചെയർമാനും അബ്ദുസലാം മരഞ്ചാട്ടി ജനറൽ കൺവീനറുമാണ്. പരിപാടിയുടെ സംവിധാനങ്ങൾക്കും സംഘാടനത്തിനുമായി സ്വാഗത സംഘത്തിനു കീഴിൽ വിവിധ ഉപസമിതികളും നിലവിൽ വന്നിട്ടുണ്ട്. സാഹിത്യോത്സവിന്റെ ഗൾഫിലെ 7ാം പതിപ്പാണ് ഈ വർഷം അരങ്ങേറുന്നത്. പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി 49 ഇനങ്ങളിൽ കഴിഞ്ഞ മാസം യൂണിറ്റ് തലങ്ങളിൽ സാഹിത്യോത്സവിന് തുടക്കം കുറിച്ചു. സെക്ടർ, സോൺ മത്സരങ്ങൾ കൂടി പൂർത്തിയാക്കിയാണ് പ്രതിഭകൾ സൌദി ദേശീയ മത്സരത്തിന് ജുബൈലിൽ എത്തുക.
RSCയുടെ സാംസ്കാരിക സമിതിയായ കലാലയമാണ് സാഹിത്യോത്സവങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സാഹിത്യോത്സവിന്റെ ഭാഗമായി KG വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, കുടുംബിനികൾ എന്നിവർക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സോൺ മത്സരത്തിന്റെ മുന്നോടിയായി സാഹിത്യം, ഭാഷ, സംസ്കാരം എന്നിവയുടെ വിവിധ വശങ്ങൾ ചർച്ചയ്ക്കെടുത്ത് സൌദിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിചാര സദസ്സുകൾ സംഘടിപ്പിക്കും. ഇബ്രാഹിം അംജദിയുടെ അധ്യക്ഷതയിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഷെരീഫ് മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. നിസാമി സ്വാഗത സംഘം പാനൽ പ്രഖ്യാപിച്ചു. നൌഫൽ ചിറയിൽ, ലുക്മാൻ വിളത്തൂർ, നൌഫൽ കോടമ്പുഴ സംബന്ധിച്ചു. കാസിം പൊളിഞ്ഞാൽ സ്വാഗതവും നിജാം വൈക്കം നന്ദിയും പറഞ്ഞു. GCC സാഹിത്യോത്സവ് 2015 ഗൾഫിൽ ഉത്സവ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. UAE അബുദാബി സോണിലെ എല്ലാ സെക്ടറുകളിലും അടുത്ത വെള്ളിയാഴ്ചയോടുകൂടി സാഹിത്യോത്സവ മത്സരങ്ങൾ പൂർത്തീകരിക്കും. ശേഷം സോൺ സാഹിത്യോത്സവിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാനുള്ള തീവ്ര യത്നത്തിലായിരിക്കും സെക്ടർ കമ്മിറ്റികൾ. വളരെ വിപുലവും വ്യത്യസ്തവും പുതുമയും ഉൾപ്പെടുത്തി ഈ വർഷത്തെ അബുദാബി സോൺ സാഹിത്യോത്സവ് നവംബർ 6 അബുദാബിയുടെ ഹൃദയഭാഗമായ മദീന സായിദിലെ കേരള സോഷ്യൽ സെന്ററിൽ വെച്ച് നടക്കും. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന സർഗമാമാങ്കത്തിൽ 450-ൽ കൂടുതൽ പ്രതിഭകൾ 49 മത്സരങ്ങളിൽ മാറ്റുരക്കും. രാവിലെ മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ ഫാമിലികൾക്ക് പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. മത്സരാർത്ഥികൾക്കും ഓഡിയൻസിനും ഭക്ഷണവും തയ്യാർ ചെയ്തിട്ടുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ കുറ്റൂർ ഹാജി, കൺവീനർ ഉസ്മാൻ സഖാഫി തിരുവത്ര, RSC നാഷണൽ ചെയർമാൻ അബൂബക്കർ അസ്ഹരി, നാഷണൽ റിസാല കൺവീനർ അബ്ദുൽ ബാരി പട്ടുവം, RSC അബുദാബി സോൺ നേതാക്കളായ സിദ്ദീഖ് പൊന്നാട്, ഫഹദ് സഖാഫി ചെട്ടിപ്പടി, യാസർ വേങ്ങര തുടങ്ങി സോൺ ഭാരവാഹികളും മറ്റു ICF നേതാക്കളും ഉൾപ്പെടുന്നതാണ് സോൺ സാഹിത്യോത്സവിനുള്ള സ്വാഗത സംഘം. കൂടുതൽ വിവരങ്ങൾക്ക് 05580624553 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് ഇബ്രാഹിം വളാഞ്ചേരി അറിയിച്ചു. 2 ആഴ്ചകൾക്ക് മുമ്പ് ആദ്യമായി പ്രവാസലോകത്തേക്ക് കാലെടുത്ത് വെച്ച കാഞ്ഞങ്ങാട് സ്വദേശിയായ യുവാവ് അബുദാബിയിൽ ദാരുണമായി മരണപ്പെട്ടു. കാഞ്ഞങ്ങാട് പുഞ്ചാവി യൂണിറ്റ് SSF പ്രവർത്തകനും സദ്ദാമുക്ക് മസ്ജിദിന് സമീപം താമസിക്കുന്ന പരേതനായ അബ്ദുറഹ്മാന്റെയും കൊളവയിൽ ആസിയുടെയും മകൻ ജാബിറാണ് മരണപ്പെട്ടത്. 22 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 3:30 മുസഫ NPCC സമീപമുള്ള കമ്പനിയിൽ വെച്ച് അപകടത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത്. സിറ്റി ടെക് എന്ന ഫയർ സേഫ്റ്റി കമ്പനിയിലെ ജീവനക്കാരനായ ജാബിർ കമ്പനിയിൽ പിക്കപ്പ് വാഹനത്തിലെത്തിയ സേഫ്റ്റി ഗ്യാസ് കുറ്റി താഴെ ഇറക്കാൻ മറ്റ് ജീവനക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ജാബിർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. 18 ദിവസം മുമ്പ് ബലിപെരുന്നാൾ സുദിനത്തിൽ നാട്ടിൽ നിന്നും പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം ഭക്ഷണവും കഴിച്ച് വീട്ടിൽ നിന്നും മംഗലാപുരം വഴി ആദ്യമായി ഗൾഫിൽ എത്തിയതായിരുന്നു ജാബിർ. നാട്ടിൽ ദർസ് വിദ്യാർത്ഥിയായിരുന്ന ജാബിർ സജീവ SSF പ്രവർത്തകനും എല്ലാവരുടെയും പ്രിയങ്കരനുമായിരുന്നു. ജാബിറിന്റെ മരണം വിശ്വസിക്കാനാവാതെ കൂട്ടുകാരും ബന്ധുക്കളും അബുദാബിയിലുണ്ട്. സഹോദരൻ ജാഫറും സഹോദരി ഭർത്താവ് മംഗലാപുരം സ്വദേശി സിദ്ദീഖും ഇതേ കമ്പനിയിൽ ജോലിക്കാരാണ്. സഹോദരൻ ബഷീറും അബുദാബിയിലാണ്. റൈഹാന, റഹീമ എന്നിവർ സഹോദരിമാരാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജനാസ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കളും സംഘടനാ പ്രവർത്തകരും. റിസാല സ്റ്റഡി സർക്കിൾ, മുസഫ സെക്ടർ കമ്മിറ്റി, അബുദാബി സോൺ കമ്മിറ്റി, സൈദിയ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, SYS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഭവത്തിൽ അനുശോചിച്ചു. UAEയിലെ സ്കൂളുകൾക്ക് ഈ മാസം 15 അവധി പ്രഖ്യാപിച്ചു. ഹിജ്റ വർഷാരംഭമായതിനാലാണ് അവധി പ്രഖ്യാപിച്ചത്. ഇസ്ലാമിക വർഷാരംഭമായ മുഹറം 1 ആയതിനാൽ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് മാനുഷിക വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. 3 ദിവസമാണ് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 14, 15, 16 തീയതികളിലാണ് അവധി. പകരം 18 ഞായറാഴ്ച സർക്കാർ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലുള്ളവർക്കും 15 വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ശമ്പളത്തോടെയുള്ള അവധിയാണ് സ്വകാര്യ മേഖലയിലുള്ളവർക്കും നൽകുക. വാഹന പരിശോധന രജിസ്ട്രേഷൻ കേന്ദ്രങ്ങൾക്കും അന്ന് അവധിയായിരിക്കും. എന്നാൽ അൽ ഖുസൈസ് ക്വിക്ക് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ദുബായ് മാൾ പ്ലാറ്റിനം രജിസ്ട്രേഷൻ സെന്ററുകൾ അന്ന് തുറന്നു പ്രവർത്തിക്കുമെന്ന് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ഹൃദയമതിലുകൾ പിളർത്തി സൗഹൃദം പണിതവർ നമ്മൾ. സമരവഴികളിൽ ശാന്തരായി ജയമേറിയോർ നമ്മൾ. ഹൃദയമതിലുകൾ പിളർത്തി സൗഹൃദം പണിതവർ നമ്മൾ. സമരവഴികളിൽ ശാന്തരായി ജയമേറിയോർ നമ്മൾ. സമരമാണു ജീവിതം, സുഹൃതവിൽ മുഴുകും പദം.
സമരമാണു ജീവിതം സുഹൃതമിൽ മുഴുകും പദം ജിന്ദാബാദ് ജിന്ദാബാദ് സുന്നി പടയണി ജിന്ദാബാദ് ജിന്ദാബാദ് ധർമ്മമുന്നണി 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 ചോര ചിന്തിയ പോർക്കളങ്ങൾ ഈ ചരിത്രമില്ല ചോര നൽകിയ വീര്യമക്രമമാക്കി മാറ്റിയതില്ല ചോര ചിന്തിയ പോർക്കളങ്ങൾ ഈ ചരിത്രമില്ല ചോര നൽകിയ വീര്യമക്രമമാക്കി മാറ്റിയതില്ല വീരമൃത്യു വരിച്ചവർ പ്രതികാരദാഹികളല്ല വീരമൃത്യു വരിച്ചവർ പ്രതികാരദാഹികളല്ല ധീരതാ നരതാണ്ഡവമാണെന്ന സ്വരമില്ല വൈരം കൊണ്ടു ഫലമില്ല ഹൃദയമതിലുകൾ പിളർത്തി വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SYS സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്ന ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ കണ്ണൂർ ജില്ലയിലെ പദ്ധതി നിർവഹണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ ഈ മാസം 17-ന് നടക്കും. 17-ന് രാവിലെ 10 മണിക്ക് തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ സമസ്ത ട്രഷറർ ചിത്താരി KP ഹംസ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാലത്തുംകര സോണിലെ നൂഞ്ഞേരിയിലും വൈകിട്ട് 4 മണിക്ക് മട്ടന്നൂരിലും 5 മണിക്ക് തലശ്ശേരിയിലും നടക്കുന്ന സാന്ത്വന സംഗമങ്ങളിൽ കാന്തപുരം ഉസ്താദ് സംബന്ധിക്കും. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, പട്ടുവം അബൂബക്കർ മൗലവി, N അബ്ദുൽ ലത്തീഫ് സഅദി വിവിധ കേന്ദ്രങ്ങളിൽ സാന്ത്വന പ്രഭാഷണങ്ങൾ നടത്തും. സാന്ത്വന സംഗമങ്ങളിൽ വെച്ച് ദാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ പണി പൂർത്തിയായവയുടെ സമർപ്പണം, പുതിയവയുടെ ശിലാസ്ഥാപനം, കട്ടിലവെക്കൽ, കിടപ്പിലായവരും സഞ്ചാരശേഷിയില്ലാത്തവരുമായ രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണം, വെൽഫെയർ ഹെൽപ്പ് തുടങ്ങിയവയും നടക്കും. നടുവണ്ണൂർ കാവുന്തറ പള്ളിയത്ത് കുനിയിൽ SPH തങ്ങൾ സ്മാരക സുന്നി സെന്റർ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിച്ചു. SPH സഹദുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോളോ മൂസ ഹാജി, കാസിം ഹാജി നൊച്ചാട്, NK അബ്ദുറഹ്മാൻ ദാരിമി, മജീദ് സഖാഫി കോട്ടൂർ, ഡോക്ടർ മുഹമ്മദ് അലി മാടായി തുടങ്ങിയവർ സംബന്ധിച്ചു. സുന്നി സെന്റർ സാന്ത്വന കേന്ദ്രം പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. നടുവണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കാവിൽ P മാധവൻ, മുകുന്ദൻ, T നാസിർ മാസ്റ്റർ, സാജിദ് നടുവണ്ണൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. KMB കാവിൽ സ്വാഗതവും മുസ്തഫ P നന്ദിയും പറഞ്ഞു. മഹല്ല് ജമാഅത്തുകൾ ലക്ഷ്യാധിഷ്ഠിതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ വർദ്ധിച്ചുവരുന്ന സാമൂഹ്യ തിന്മകളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. കാസർകോട് ജില്ലാ സുന്നി സെന്ററിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ മുഷാവറ സംഘടിപ്പിച്ച മഹല്ല് സംഗമത്തിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു അദ്ദേഹം. മഹല്ല് ജമാഅത്തുകൾ ദീനീ പ്രവർത്തനത്തിന്റെ പ്രാദേശിക രൂപമാണ്. മഹല്ല് നേതൃത്വവും പള്ളി മദ്രസകളിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരും ഒറ്റക്കെട്ടായി നിന്നാൽ നല്ല മാറ്റങ്ങളുണ്ടാക്കാൻ സാധിക്കും. സമൂഹത്തിന്റെ അജ്ഞതയകറ്റുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം അവശതയനുഭവിക്കുന്നവർക്ക് ആശ്വാസം ചൊരിയാനും ജനങ്ങളെ വിശ്വാസജീർണതകളിൽ നിന്നും തിന്മകളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും മഹല്ല് ജമാഅത്തുകൾ മുന്നിട്ടിറങ്ങണം. ദിശാബോധം നൽകുന്നതിനാവശ്യമായ പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും സമസ്തയുടെ നേതൃത്വത്തിലുള്ള വിവിധ സംവിധാനങ്ങളിലൂടെ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജാമിയ സാദിയ പ്രസിഡന്റ് സയ്യിദ് KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. സമസ്ത ഉപാധ്യക്ഷൻ M ആലിക്കുഞ്ഞി മുസ്ലിയാർ ശിറിയ പ്രാർത്ഥന നടത്തി. സയ്യിദ് ഹസൻ അഹദൽ തങ്ങൾ, സ്വാലി സയ്യിദ് തളിപ്പറമ്പ്, വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ, സയ്യിദ് മുനീറുൽ അഹദൽ തങ്ങൾ, BS അബ്ദുള്ള കുഞ്ഞു ഫൈസി തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. സുന്നി വോയ്സ് പ്രചാരണകാല പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി പുതിയ എഴുത്തുകാർക്കായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല റെയ്ഡ് പ്രസ് ഡയറക്ടർ N അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കാസിം ഇരിക്കൂർ, മുസ്തഫ എറക്കൽ, അലവിക്കുട്ടി ഫൈസി എടക്കര, മുഹമ്മദ് പറവൂർ, ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി, യാസർ അറഫാത്ത് നൂറാനി, അബൂബക്കർ നിസാമി വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴ വാങ്ങുന്ന ദൃശ്യം ഒളിക്യാമറയിൽ. ബീഹാറിൽ മന്ത്രിയുടെ കസേര തെറിച്ചു. ഇസ്ലാമിക വർഷാരംഭമായതിനാൽ UAEയിൽ ഈ മാസം 15-ന് പൊതു അവധി പ്രഖ്യാപിച്ചു. അവധി സ്വകാര്യ മേഖലയിലും.
സംഘപരിവാർ വിചാരിച്ചാൽ ഇന്ത്യയിലെ മതേതരത്വം നഷ്ടപ്പെടില്ല. ബീഫ് മൂലം കൊലപാതകം നടന്ന ദാദ്രിയിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് മംഗല്യമൊരുക്കിയത് ഹിന്ദു സഹോദരന്മാർ. ഹിന്ദു എന്ന പദത്തിന്റെ അർത്ഥമെന്താണെന്ന് അറിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഭർത്താവിനെ വെട്ടിക്കൊന്ന് ഭാര്യ മകനെയും കൊണ്ട് കിണറ്റിൽ ചാടി മരിച്ചു. മലപ്പുറം പൊന്നാനിയിലാണ് സംഭവം. സമവായ ശ്രമം പൊളിഞ്ഞു. കൊണ്ടോട്ടിയിൽ കോൺഗ്രസ് CPM ധാരണ, ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. മഹല്ലുകളുടെ ശാക്തീകരണത്തിലൂടെ സാമൂഹ്യ തിന്മകളെ ചെറുക്കണം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. RSC സൗദി നാഷണൽ സാഹിത്യോത്സവ് നവംബർ 13 ജുബൈലിൽ വിപുലമായ സ്വാഗത സംഘമായി. SYS സാന്ത്വന സംഗമങ്ങൾ ഈ മാസം 17 കണ്ണൂർ ജില്ലയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംബന്ധിക്കും. ഇതോടെ KMAC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMAC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.